ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് നട്ട്ഷൽ ലൈൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MG യൂണിവേഴ്സിറ്റിയുടെ FI UGP ഓണേഴ്സ് ഡിഗ്രിയിൽ മലയാളം പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഉണ്ണായി വാര്യർ രചിച്ച നളചരിതം ആട്ടക്കഥയാണ്. വൺസ് അഗെയിൻ വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനുള്ളത് രണ്ടാം ദിവസത്തെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണെങ്കിലും രണ്ടാം ദിവസത്തെ കഥ എന്താണെന്നും ഉണ്ണായി വാര്യരെ പറ്റിയും അതുപോലെ തന്നെ ആട്ടക്കഥയെ പറ്റിയും ഒരു ചെറിയ വിവരണം നമുക്ക് അറിയാവുന്നത് വളരെ നല്ലതാണ്. കുറച്ചും കൂടി മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാം. ആട്ടക്കഥ എന്ന നിലയിലും കാവ്യം എന്ന നിലയിലും ഒരു ക്ലാസിക് രചനയാണ് നളചരിതം. മലയാളത്തിൽ മണിപ്രവാള സംസ്കാരം കൊടികുത്തി വാഴുന്ന കാലഘട്ടത്തിലാണ് ഭാഷയിൽ മാത്രം മണിപ്രവാളത്വം നിലനിർത്തിക്കൊണ്ട് കാലത്തിന് കുറുകെ നടന്ന് സവിശേഷമായ ഒരു കാവ്യ സംസ്കാരം രൂപപ്പെടുത്തിയ നളചരിതം ആട്ടക്കഥ പിറന്നത്. നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യരാണ്. ഇരിങ്ങാലക്കുടയിലെ അകത്തൂട്ട് വാര്യത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനമെന്നും ചെറുപ്പത്തിൽ തന്നെ കവി അവിടം വിട്ട് കൊച്ചിയിലും പിന്നീട് തിരുവനന്തപുരത്തും രാജകൊട്ടാരങ്ങളിൽ അന്തേവാസിയായി ജീവിതം കഴിച്ചിരുന്നു എന്നും തെളിവുകളുണ്ട്. ഇനി എന്താണ് ആട്ടക്കഥ? 4 രാത്രി കൊണ്ട് അഭിനയിച്ചു തീർക്കാൻ പാകത്തിൽ മഹാഭാരതം വനപർവ്വത്തിലെ നളോപാഖ്യാനത്തെ 4 ദിവസത്തെ കഥയായി വിഭജിച്ചാണ് ഉണ്ണായി വാര്യർ ആട്ടക്കഥ രചിച്ചിരിക്കുന്നത്. മഹാഭാരതത്തിൽ ബൃഹദശ്വൻ എന്ന മഹർഷി ചൂതിൽ തോറ്റ് വിഷണ്ണനായിരുന്ന പാണ്ഡവരോട് പറഞ്ഞ കഥയാണ് നളോപാഖ്യാനം. ചൂതുകളിയിൽ രാജ്യം നഷ്ടപ്പെട്ട ശ്രേഷ്ഠനായ ഒരു രാജാവിൻ്റെ കഥ എന്ന നിലയ്ക്കാണ് ചന്ദ്രവംശ രാജാവായ നളൻ്റെ കഥ ബൃഹദശ്വൻ അവതരിപ്പിക്കുന്നത്. പാണ്ഡവർക്ക് ഇതിൽ നിന്നും അല്പം മനസ്വാസ്ഥ്യം ലഭിക്കുക എന്നൊരു ഉദ്ദേശം ബൃഹദശ്വൻ ഉണ്ടായിരുന്നിരിക്കാം. അതായത് മഹാഭാരതത്തിലെ ഒരു സാഹചര്യത്തിൽ പാണ്ഡവരോട് ബൃഹദശ്വ മഹർഷി പറയുന്ന കഥയാണ് നളോപാഖ്യാനം. പാണ്ഡവർ ചൂതുകളിയിൽ തോറ്റ് വളരെ ദുഃഖത്തിൽ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ ഒരു കഥ പറയുന്നത്. അപ്പോൾ 4 ദിവസത്തെ അഭിനയം അല്ലെങ്കിൽ 4 ദിവസത്തെ വെച്ച് അഭിനയിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു കാവ്യമായിട്ടാണ് ഉണ്ണായി വാര്യർ ഇത് രചിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ രണ്ടാം ദിവസത്തെ കഥയാണ്. 4 ദിവസത്തെ കഥയുണ്ട്, 4 രാത്രി കൊണ്ട് അഭിനയിച്ച് തീർക്കാൻ പറ്റുന്ന രീതിയിൽ. അതിലെ രണ്ടാം ദിവസത്തെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിഹാസങ്ങളിലെയോ പുരാണങ്ങളിലെയോ കഥകളാണ് സാധാരണ കഥകളിയിലെ ഇതിവൃത്തമാകാറുള്ളത്. മൂലകഥയെ അതേപടി അനുസരിക്കുകയല്ല പല ആട്ടക്കഥാകാരന്മാരും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ നളചരിതം വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രമേ കഥയുടെ ഉപരിതലത്തിൽ ചെയ്തിട്ടുള്ളൂ. ഇനി എന്താണ് രണ്ടാം ദിവസത്തെ കഥ എന്ന് നമ്മൾ അറിയണം. എങ്കിൽ മാത്രമേ ആ ഒരു ഭാഗം നമുക്ക് പഠിക്കാനുള്ള ഭാഗം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ 4 ദിവസത്തെ കഥയുണ്ടെങ്കിലും രണ്ടാം ദിവസത്തിലേക്ക് കഥയിലേക്ക് നമുക്ക് പോകാം. നളദമയന്തിമാർ സ്വയംവരം, അതായത് അവരുടെ സ്വയംവരം കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള കഥയാണ് രണ്ടാം ദിവസത്തിൽ വരുന്നത്. അവരവരുടെ സ്വയംവരത്തിന് ശേഷം നിഷധ രാജ്യത്തെത്തി സല്ലപിക്കുന്ന രംഗത്തോടെയാണ് രണ്ടാം ദിവസത്തെ കഥ ആരംഭിക്കുന്നത്. സ്വയംവരത്തിന് ശേഷം ദേവലോകത്തേക്ക് മടങ്ങിയ ദേവന്മാരെ കലി വഴിയിൽ വെച്ച് കാണുകയും കുശലപ്രശ്നം നടത്തുന്നതിനിടയിൽ ദമയന്തി സ്വയംവരം കഴിഞ്ഞ വാർത്ത കലി അറിയുകയും ചെയ്യുന്നു. കുപിതനായ കലി, അതായത് കലിക്ക് ഈ നളൻ്റെയും ദമയന്തിയുടെയും കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ദേവന്മാരുടെ കയ്യിൽ നിന്ന് ആ ഒരു വാർത്ത കേട്ടപ്പോൾ കലിക്ക് വളരെയധികം ദേഷ്യം തോന്നി. അങ്ങനെ കലി നളദമയന്തിമാരെ പിണക്കി അകറ്റുമെന്നും രാജ്യത്ത് നിന്ന് അകലെയാക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. ദേവന്മാരുടെ ഉപദേശങ്ങൾ കേൾക്കാതെ ഭൂമിയിലേക്ക് കലി പുറപ്പെടുന്നു. വഴിമധ്യേ ദ്വാപരനുമായി ചേർന്ന് നളനെ ചതിക്കാനുള്ള പദ്ധതികൾ ആലോചിച്ചുറച്ച് ഇരുവരും ചേർന്ന് നളൻ്റെ വളർച്ചയിൽ അസൂയാലുവായ പുഷ്കരനെ നിഷധ രാജ്യത്ത് വന്ന് സന്ദർശിച്ചു. അപ്പോൾ പുഷ്കരൻ എന്ന് പറയുന്നത്
നളൻ്റെ സഹോദരനാണ്. അതായത് നളൻ്റെ അച്ഛന് ദാസിയിൽ ജനിച്ച പുത്രനാണ് പുഷ്കരൻ. പുഷ്കരന് നളനോട് നല്ല രീതിയിൽ അസൂയയുണ്ട്. അപ്പോൾ പുഷ്കരനെ വെച്ച് കളിച്ചാൽ നളനെ നശിപ്പിക്കാൻ പറ്റുമെന്ന് കലിയും ദ്വാപരനും തീരുമാനിക്കുന്നു. അങ്ങനെ കലി നളനെ പുഷ്കരനെ വിട്ട് ചൂതിൽ തോൽപ്പിക്കാം എന്നൊരു തീരുമാനം എടുക്കുന്നുണ്ട്. അങ്ങനെ ചൂതിൽ പുഷ്കരൻ നളനെ തോൽപ്പിക്കുന്നു. പുഷ്കരൻ്റെ അസഭ്യവാക്കുകൾ സഹിക്കാനാവാതെ നളൻ എല്ലാം ഉപേക്ഷിച്ച് ഏകവസ്ത്രനായി കാട്ടിലേക്ക് തിരിക്കുന്നു. ദമയന്തി നളനെ അനുഗമിക്കുന്നു. കാട്ടിലെത്തിയ നളൻ വിശപ്പ് സഹിക്കാനാവാതെ കാട്ടിൽ കണ്ട പക്ഷികളെ സ്വന്തം വസ്ത്രം ഉപയോഗിച്ച് വല വെച്ച് പിടിക്കാൻ ശ്രമിക്കുകയും പക്ഷികൾ ആ വസ്ത്രവുമായി പറന്നു പോവുകയും ചെയ്യുന്നു. ദമയന്തിയുടെ വസ്ത്രം ഇരുവരുമുടുത്ത് കാട്ടിൽ നടക്കുന്നു. രാത്രി വന്നെത്തിയപ്പോൾ ആകെ വിഷണ്ണനായ അല്ലെങ്കിൽ വളരെയധികം വേദനിച്ച നളൻ ദമയന്തിയുടെ പകുതി വസ്ത്രം കീറി ഉടുത്തുകൊണ്ട് അവളെ ഉപേക്ഷിച്ച് പോയി കളയുന്നു. നളനെ കാണാതെ കാട്ടിൽ വിലപിച്ചു നടന്ന ദമയന്തി ഒരു പെരുമ്പാമ്പിൻ്റെ വായിൽ അകപ്പെടുന്നു. വിലാപം കേട്ട് അവിടെ എത്തിച്ചേർന്ന ഒരു കാട്ടാളൻ പാമ്പിനെ കൊന്ന് അവളെ രക്ഷിക്കുന്നു. പ്രത്യുപകാരമായി തനിക്ക് തരാൻ ഒന്നുമില്ല എന്ന് ദമയന്തി കാട്ടാളനോട് പറയുന്നുണ്ടെങ്കിലും കാട്ടാളൻ ആഗ്രഹിച്ചത് അവളുമായുള്ള ഒരു ശാരീരിക ബന്ധമായിരുന്നു. ഗത്യന്തരമില്ലാതെ ദേവേന്ദ്രദത്തമായ വരത്തെപ്പറ്റി അവൾ സ്മരിച്ചു പോവുകയും കാട്ടാളൻ ഭസ്മമായി കാറ്റിൽ പറന്നു പോവുകയും ചെയ്യുന്നു. കാട്ടിലെ നദീതീരത്ത് വെച്ച് കണ്ട കച്ചവട സംഘത്തോടൊപ്പം ചേതി രാജ്യത്തെത്തിയ ദമയന്തി ചേതി മഹാരാജ്ഞിയുടെ മകൾ സുനന്ദയുടെ തോഴിയായി കഴിച്ചുകൂട്ടി. ഇനി ഇതിലും കുറച്ചുകൂടി നമുക്ക് രണ്ടാം ദിവസത്തിൽ കഥ ബാക്കിയുണ്ട്. പക്ഷേ നമ്മൾ ഇവിടം വരെ അറിയേണ്ട കാര്യമേ ഉള്ളൂ. കാരണം നമുക്ക് പഠിക്കാനുള്ളത് ഏകദേശം ഈ ഒരു ഭാഗത്തിൽ വരുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കി രണ്ടാം ദിവസത്തെ കഥയിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തേക്ക് കടക്കാം. നളചരിതം രണ്ടാം ദിവസം, രംഗം 6, കാട്. അതായത് ദമയന്തി കരഞ്ഞുകൊണ്ട് കാട്ടിൽ അലയുന്നതോടു കൂടിയാണ് ഈ രംഗം ആരംഭിക്കുന്നത്. ഞാൻ പറഞ്ഞു ദമയന്തി നളനും കാട്ടിൽ നടക്കുന്ന സമയത്ത് ദമയന്തി ഉറക്കത്തിൽ, അതായത് ഇവർ രണ്ടുപേരും കാട്ടിൽ ഉറങ്ങുന്ന സമയത്ത് പതിയെ നളൻ ദമയന്തിയുടെ വസ്ത്രത്തിൽ നിന്നും ഒരു ചെറിയ ഭാഗം കീറിയെടുത്തുകൊണ്ട് അവളെ ഉപേക്ഷിച്ച് പോവുകയാണ്. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ ദമയന്തി ആരെയും കാണാതെ കാട്ടിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ്. ആ ഒരു രംഗത്തോടു കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ള കാട് എന്ന് പറയുന്ന രണ്ടാം ഭാഗം വരുന്നത്. രംഗം 6. കൂരിരുട്ടായതിനാൽ ദമയന്തിക്ക് വഴി കാണുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ കരഞ്ഞും വിലപിച്ചും നടക്കുന്ന ദമയന്തിയുടെ ശബ്ദം കാട്ടാളൻ കേൾക്കുകയാണ്. എന്തോ ശബ്ദം കാട്ടിൽ നിന്ന് കേൾക്കുന്നത് ശ്രദ്ധിക്കുന്ന കാട്ടാളൻ അത് എന്താണെന്നറിയുവാൻ ആ ദിക്കിലേക്ക് തന്നെ ചെന്നന്വേഷിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട്. താൻ ഇരിക്കുന്നിടത്ത് നിന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് കാട്ടാളൻ തിരിച്ചറിയുന്നുമുണ്ട്. പിന്നീട് ഈ വലിയ കാട്ടിൽ ഒറ്റയ്ക്ക് പോയി അന്വേഷിക്കാൻ തനിക്കും പേടിയുണ്ട് എന്ന് കാട്ടാളൻ ചിന്തിക്കുന്നുണ്ട്. ഈ രാത്രിക്ക് ശേഷം സൂര്യൻ ഉദിക്കാറാകുമ്പോൾ പോയി അന്വേഷിച്ചാൽ പോരെ എന്നൊരു തീരുമാനത്തിൽ കാട്ടാളൻ പതിയെ എത്തുന്നുണ്ട്. എന്നാൽ പിന്നീട് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ താൻ ഭീരുവായി തീരുമെന്നും അല്ലെങ്കിൽ താൻ ഒരു ഭീരുവായി പോയി എന്ന് വരുമെന്നും അമ്പും വാളും എടുത്ത് പേടിവിട്ട് ഇപ്പോൾ എന്താണ് ഔചിത്യമെന്നത് താൻ ചെയ്യണമെന്ന് കാട്ടാളൻ തീരുമാനിക്കുകയാണ്. ഈ സമയം ദമയന്തി നളനെ പറ്റി വിലപിക്കുന്നുണ്ട്. അതായത് നളനോട് എന്ന പോലെ ദമയന്തി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കാട്ടിലിങ്ങനെ അലഞ്ഞു നടക്കുമ്പോൾ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്താണെന്നുള്ളതാണ് ഇനിയുള്ള ഭാഗത്ത് വരുന്നത്. അതായത് ദയാനിധിയായ നാഥ, നീ എന്നെ ഉപേക്ഷിച്ചുവല്ലോ എന്നും ചൂത് കളിച്ച് നിൻ്റെ ഭാഗ്യമെല്ലാം പോയി, അതുപോലെ തന്നെ വീട്ടിൽ നിന്നും കാട്ടിലെത്തിയപ്പോൾ നിൻ്റെ മനസ്സ് പകച്ചു പോയോ, അതുപോലെ തന്നെ മറ്റുള്ളവരിൽ കരുണ തോന്നിക്കുന്നവനെ എന്നോടുള്ള കരുണ നിന്നിൽ നിന്നും പൊയ്പോയോ എന്നും പറഞ്ഞുകൊണ്ടാണ് ദമയന്തി കാട്ടിലൂടെ കരഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഈ സമയം താൻ കേൾക്കുന്ന ശബ്ദം ഒരു സ്ത്രീയുടേതാണെന്ന് കാട്ടാളൻ മനസ്സിലാക്കുന്നു. ശബ്ദം മാധുര്യമുള്ളതായതുകൊണ്ട് അവൾ കാണാനും സുമുഖിയായിരിക്കും എന്നയാൾ ചിന്തിക്കുന്നുമുണ്ട്. മരങ്ങൾക്കിടയിൽ സുന്ദരിയായ ദമയന്തിയെ അയാൾ കാണുന്നു.
അവളിലേക്ക് അടുക്കും തോറും ആ സൗന്ദര്യം കൂടുന്നതായിട്ട് കാട്ടാളന് അനുഭവപ്പെടുന്നു. ആരുടെയോ വിയോഗത്താലാണ് അവൾ കരയുന്നതെന്ന് കാട്ടാളന് മനസ്സിലാകുന്നു. ആരായിരിക്കും രംഭയേക്കാൾ മനോഹരിയായ ഇവളെ ഈ അവസ്ഥയിലാക്കിയതെന്നും ദേവസ്ത്രീകളെക്കാൾ ശ്രേഷ്ഠമായ ഇവൾ ആരാണെന്നും കാട്ടാളൻ ചിന്തിക്കുന്നു. ഇനി കാട്ടാളൻ്റെ ഈ ഒരു ചിന്ത അവസാനിക്കുന്നിടത്ത് വീണ്ടും ദമയന്തിയെ നമ്മൾ കാണിക്കുകയാണ്. അപ്പോൾ ദമയന്തി പെരുമ്പാമ്പിൻ്റെ വായിൽ അകപ്പെടുകയാണ്. അപ്പോൾ അവൾ വിലപിച്ചുകൊണ്ട് പറയുവാണ്, ഇതാ ഇപ്പോൾ താൻ പെരുമ്പാമ്പിൻ്റെ വായിൽ അകപ്പെട്ടു, തനിക്ക് ഈ ഒരു കാട്ടിൽ ഒറ്റയ്ക്ക് പേടിയാകുന്നുണ്ട്. അപ്പോൾ ഞാൻ മരിച്ചു എന്നറിഞ്ഞാൽ എന്നെ ഓർക്കണം എന്നും നളനോട് അവൾ പറയുന്നുണ്ട്. അവളിങ്ങനെ വിലപിച്ചുകൊണ്ട് പറയുവാണ്. ഇനി കാട്ടാളനും ദമയന്തി നേരിൽ കാണുന്ന രംഗത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ആരുമില്ലാതെ ഈ ആപത്തിൽ വീണവളെ, ആനന്ദിച്ചു വാഴേണ്ടവളായിരുന്നല്ലോ നീ. എന്നെ കണ്ട ലജ്ജിക്കണ്ട, ഞാൻ കാട്ടിൽ വസിക്കുന്നവനാണ്. ആരായാലും ഇനി വേറൊരുത്തൻ ഇവിടെ വന്ന് രക്ഷിക്കാൻ വരികയില്ല. നീ എൻ്റെ തോളിൽ പിടിച്ചു കൊള്ളുക, അപ്പോൾ ഞാൻ പാമ്പിനെ വധിക്കാം. അപ്പോൾ ഇനി കാട്ടാളനും ദമയന്തിയും തമ്മിലുള്ള ആ ഒരു സംഭാഷണമാണ്. അതിൽ ദമയന്തിയെ കാട്ടാളൻ പരിചയപ്പെടുത്തുകയാണ്. അതായത് നീ ഇങ്ങനെ ഒരു ആപത്തിൽ പെട്ടു, നിന്നെ ഇനി രക്ഷിക്കാൻ ആരും വരില്ല, ഇത് കൂരിരുട്ടാണ്, ഇവിടെ എന്താ പറയുക, വളരെ വലിയൊരു കാട്ടിലാണ് നീ അകപ്പെട്ടിരിക്കുന്നത്, ഞാനല്ലാതെ ഇവിടെ വേറെ ആരുമില്ല നിന്നെ സഹായിക്കാനായിട്ട്. അപ്പോൾ നീ വേറൊന്നും ചിന്തിക്കേണ്ട, എൻ്റെ തോളിൽ പിടിച്ചു കൊള്ളുക, ഞാൻ പാമ്പിനെ വധിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവസാനം ആ ഒരു ഭാഗത്ത് കാട്ടാളൻ പറയുന്ന ഒരു വാക്കുണ്ട്. അതായത് ഉയർന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് ജീവൻ അപകടത്തിൽപ്പെടുമ്പോൾ ജാതി ചോദ്യം നോക്കേണ്ട. അതായത് നീ ഉയർന്ന ജാതിയിലുള്ളവളായിരിക്കാം, അപ്പോൾ ഞാൻ ഏത് ജാതിയാണെന്ന് നീ നോക്കേണ്ട ആവശ്യമില്ല, ഞാനൊരു കാട്ടാളനാണ്, ഞാൻ താഴ്ന്ന ജാതിയിലുള്ളവനാണ്, അപ്പോൾ എൻ്റെ ഒരു ഇത് നീ ചിന്തിക്കേണ്ട കാര്യമില്ല, ഇപ്പോൾ നിനക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അയാൾ പറഞ്ഞതനുസരിച്ച് ദമയന്തി അയാളെ പിടിക്കുന്നു. അതായത് അയാളെ ബലമായിട്ട് ഇങ്ങനെ അയാളുടെ തോളിൽ പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാട്ടാളൻ പാമ്പിനെ വധിക്കുന്നു. തൻ്റെ പ്രാണൻ സംരക്ഷിച്ച കാട്ടാളനോട് ദമയന്തി നന്ദി പറയുകയും തിരികെ നൽകാൻ തൻ്റെ കൈകളിൽ ഒന്നുമില്ലെന്ന് അവൾ അറിയിക്കുകയും ചെയ്യുന്നു. അളവില്ലാത്ത പുണ്യം മാത്രമേ തനിക്ക് നൽകുവാനുള്ളൂ എന്നും പറയുന്നു. എന്നാൽ ദമയന്തിയുടെ ആ ഒരു സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ കാട്ടാളൻ ദമയന്തി വിടാൻ സമ്മതിക്കുന്നില്ല. അയാൾക്ക് ദമയന്തിയുമായിട്ടുള്ളൊരു ശാരീരിക ബന്ധമാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു കുറവും കൂടാതെ ജീവിതകാലം മുഴുവൻ തന്നോട് കൂടെ വസിക്കാമെന്നും അയാൾ പറയുന്നുണ്ട്. അതായത് ഒരു പ്രണയാഭ്യർത്ഥന, പ്രണയമല്ല, ഒരു തരത്തിൽ കാമമാണ്. ആ സ്ത്രീ അല്ലെങ്കിൽ ദമയന്തിയോട് തൻ്റെ കൂടെ വരാനായിട്ട് കാട്ടാളൻ പ്രേരിപ്പിക്കുകയാണ്. വീണ്ടും ദമയന്തി കരയുകയാണ്. അതായത് താമസസ്ഥലം ഉപേക്ഷിക്കേണ്ടി വന്നു, സ്വന്തം ഭർത്താവാണെങ്കിൽ ഇരുട്ടത്ത് തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങോ മറഞ്ഞു പോയി, അയാളെ തിരഞ്ഞ് നടന്നപ്പോൾ കൂരിരുട്ടത്തിൽ ഇപ്പോൾ ഇതേ പാമ്പിൻ്റെ വായിൽ അകപ്പെട്ടു. എന്നാൽ പാമ്പിൻ്റെ വായിൽ അകപ്പെട്ടപ്പോഴാണെങ്കിലോ അവിടെ നിന്ന് രക്ഷിക്കാനായിട്ട് ഒരാൾ വന്നു, പക്ഷേ അയാൾ രക്ഷപ്പെടുത്തിയതിന് ശേഷം ഇപ്പോൾ വേണ്ടാത്തത് ആവശ്യപ്പെടുന്നു. അപ്പോൾ തൻ്റെ ഒരു വിധി എന്താണ്, തന്നെ ഇത്രയും എന്താ പറയുക, ഇത്രയും ഒരു ഇത് അനുഭവിക്കാൻ തനിക്ക് നേരിടേണ്ടി വന്നല്ലോ എന്ന് പറയുന്ന ഒരു വേദനാജനകമായ അവളുടെ ആ ഒരു വിഷമമാണ് പിന്നീട് കവി പറയുന്നത്. അങ്ങനെ അവൾ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ദമയന്തി തനിക്ക് ഇന്ദ്രൻ പണ്ട് നൽകിയ ഒരു വരം ഓർക്കുകയാണ്. അതായത് അവളുടെ ആ ഒരു ശരീരത്തിനോ അല്ലെങ്കിൽ അവളുടെ ആ ഒരു പ്രാണന് പ്രാണന് തടസ്സമായിട്ട് അല്ലെങ്കിൽ പ്രാണൻ പോകുന്നതിന് തടസ്സമായിട്ട് എന്തെങ്കിലും ഒരാൾ ചെയ്യുകയാണെങ്കിൽ ആ നിമിഷം ഇന്ദ്രൻ്റെ വരം ഓർക്കുന്ന മാത്രയിൽ ആ ആൾ അല്ലെങ്കിൽ ആ ശത്രു ആരാണോ അയാൾ ഭസ്മമായി പോകും. പെട്ടെന്ന് ഇന്ദ്രൻ നൽകിയ വരം ദമയന്തി ഓർക്കുകയും കാട്ടാളൻ ഭസ്മമായി കാറ്റിൽ പറന്നു പോവുകയും ചെയ്യുന്നു. അങ്ങനെ കാട്ടാളൻ ഒരു അദൃശ്യനായിട്ട് കാണപ്പെടാതെ പോകുന്നു. അങ്ങനെ അവൾ ഇന്ദ്രൻ്റെ വാക്കുകൾ ഓർത്ത് ഭക്തിപൂർവ്വം അദ്ദേഹത്തെ നമസ്കരിക്കുന്നു. പിന്നീട് കാട്ടിലുള്ള ഋഷികളാൽ സാന്ത്വനിക്കപ്പെടുന്നു. അതായത് ഇവിടെ നിന്നും ദമയന്തി നടന്ന് കുറച്ച് ദൂരം പോകുമ്പോൾ ഒരു ഋഷിമാരുടെ ഒരു സംഘത്തെ കാണുന്നു. അവരോട് അവൾ നടന്നതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഋഷിമാർ അവളെ സാന്ത്വനിപ്പിക്കുന്നുണ്ട്. അതായത് വിഷമിക്കേണ്ട, എല്ലാം ഭംഗിയായിട്ട് നടക്കും. അപ്പോൾ ഋഷിമാർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ട് കാര്യമില്ല. അതായത് എന്താ പറയുക, നമ്മൾ തൻ്റെ ഭർത്താവിനെ വീണ്ടും കിട്ടണമെങ്കിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നീ കാട്ടിൽ അലഞ്ഞിരിഞ്ഞുകൊണ്ട് നിനക്ക് നേടാൻ സാധിക്കില്ല. അപ്പോൾ നീ തീർച്ചയായും നാട്ടിലേക്ക് പോകണമെന്ന് ഋഷിമാർ അവളോട് പറയുന്നുണ്ട്.
അപ്പോൾ ഈ സമയത്ത് ദമയന്തി പറയുന്നൊരു വാക്കുകളുണ്ട്. അതായത് സ്ത്രീകളുടെ ഹൃദയം മരം കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നും കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്നും പറയപ്പെടാറുണ്ട്. അത്രയും കഠിനമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചൊല്ല് പറയുന്നത്. അപ്പോൾ അവൾ പറയാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ദുഃഖങ്ങളെല്ലാം സഹിച്ചിട്ടും ജീവിച്ചിരിക്കുന്നത്. അതായത് ഒരു സ്ത്രീക്ക് മാത്രമേ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്താ പറയുക ഉൾക്കൊള്ളാനും അല്ലെങ്കിൽ അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ സ്ത്രീകൾക്കുള്ളൊരു പ്രാധാന്യം അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഋഷിമാരുടെ വാക്കുകൾ കേട്ട് അവിടെ നിന്ന് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് നമ്മുടെ ദമയന്തി പുറപ്പെടുകയാണ്. അങ്ങനെ കാട് തീരുന്നിടത്ത് അവളൊരു തോട് കാണുകയാണ്. പക്ഷേ അതിനോട് അടുത്തടുത്ത് ചെന്നപ്പോൾ അവൾക്ക് മനസ്സിലാകുന്നുണ്ട് അതൊരു തോടല്ല, അതൊരു നദിയാണെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ നോക്കുമ്പോൾ അക്കരയ്ക്കും ഇക്കരയ്ക്കും ആളുകൾ ഇങ്ങനെ നദിയുടെ കുറുകെ പോകുന്നുണ്ട്. പല സ്ഥലത്തും ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവൾക്ക് മനസ്സിലാകുന്നു അതൊരു കച്ചവട സംഘമാണ്. അപ്പോൾ അവൾ ചിന്തിക്കുകയാണ് അവരുടെ കൂടെ പോകാം. അങ്ങനെ അവരുമായി ചേർന്ന് മറ്റൊരു നാട്ടിലേക്ക് എത്തുമ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ തനിക്ക് ചെയ്യാൻ സാധിക്കുമെന്നവൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ തീരുമാനിച്ച് നിൽക്കുന്ന ആ ഒരു രംഗത്തോടു കൂടിയാണ് ഈ ഒരു നമുക്ക് പഠിക്കാനുള്ള 2-ാം ദിവസത്തെ ഈ ഭാഗം 6 കാട് അവസാനിക്കുന്നത്. ഇനി ഇതിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ കാട്ടാളൻ്റെ സ്വഭാവമാണ്. അതായത് ഇവിടെ പ്രധാനമായിട്ടും ഈ ഒരു രംഗത്ത് വരുന്ന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ദമയന്തിയും കാട്ടാളനുമാണ്. നളൻ്റെ ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ നളൻ്റെ ആ ഒരു സാന്നിധ്യം അവിടെ ഇല്ല. നളൻ അവളെ ഉപേക്ഷിച്ച് പോയതിന് ശേഷമുള്ള ആ ഒരു ഭാഗമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിൽ കാട്ടാളൻ ആദ്യം വരുമ്പോൾ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അയാൾ നന്മ നിറഞ്ഞ ഒരു സ്വഭാവമുള്ള ഒരാളാണ്. അതായത് ഒരു സ്ത്രീ ആപത്തിൽ അകപ്പെട്ടു, അവളുടെ ജാതി നോക്കാതെ മതം നോക്കാതെ അവളെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു കർത്തവ്യത്തിലേക്ക് അയാൾ കടക്കുകയാണ്. അയാൾ മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കുന്നില്ല. അയാൾ ആദ്യം ചിന്തിക്കുന്നുണ്ട് എന്താണ് ഇവിടെ തന്നെ ഇരുന്നാൽ മതി അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ എന്നയാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും അയാളുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ചിന്ത അയാളുടെ ആ ഒരു മനുഷ്യത്വം എന്നൊക്കെ പറയില്ലേ, കാട്ടാളനാണെങ്കിൽ പോലും അയാളൊരു മനുഷ്യത്വം കാണിക്കുന്നുണ്ട്. ആരാണെന്ന് പോയി നോക്കാം അല്ലെങ്കിൽ താനൊരു ഭീരുവാണെന്ന് പിന്നീട് വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാട്ടിലകപ്പെട്ട ആ ഒരു സ്ത്രീ, ആ സുമുഖി, ആ ശബ്ദത്തിൽ നിന്ന് താൻ മനസ്സിലാക്കിയ ആ ഒരു സുമുഖിയായ സ്ത്രീ ആരാണെന്ന് തനിക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന് പറയുന്ന ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി വളരെ നന്മ നിറഞ്ഞ ഒരു കഥാപാത്രമായിട്ടാണ് ആദ്യ ഭാഗത്ത് കാട്ടാളനെ കാണുന്നതെങ്കിൽ പിന്നീട് നമ്മൾ കാണുന്നത് കാട്ടാള സ്വഭാവമാണ്. അതായത് അവളെ ആ ഒരു ആപത്തിൽ നിന്ന് രക്ഷിച്ചതിന് ശേഷം പിന്നീട് അത്ര നേരം നമ്മൾ കണ്ടിരുന്ന കാട്ടാളനല്ല. അയാളുടെ ആ ഒരു നന്മ അയാളിൽ നിന്ന് പോവുകയും അയാൾ തിന്മയിലേക്ക് വരികയും ചെയ്യുവാണ്. അതായത് അയാൾ അവളുടെ ആ ഒരു സൗന്ദര്യത്തിൽ അയാൾ മതിമറന്നു പോകുന്നു. അവളുമായിട്ടുള്ള ഒരു വീഴ്ചയാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അയാളുടെ കൂടെ വരാനായിട്ട് അവളെ എന്താ പറയുക പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിലൂടെയാണ് പിന്നെ ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കാട്ടാളൻ്റെ സ്വഭാവം, 2 തരത്തിലുള്ള സ്വഭാവം പലപ്പോഴും നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അയാളുടെ ആ ഒരു എന്താണ് വളരെയധികം എന്താണ് ഒരു കാട്ടാള സ്വഭാവമാണെങ്കിൽ പോലും ആദ്യം കാണുന്ന ആ ഒരു നന്മ നിറഞ്ഞ ക്യാരക്ടർ അല്ലെങ്കിൽ കഥാപാത്രം പിന്നീട് സാധാരണ നമ്മൾ കാണുന്ന ഒരു കഥാപാത്രമായി ചുരുങ്ങിപ്പോയി. അതായത് അയാളുടെ ആ ഒരു ഇമ്പോർട്ടൻസ് തന്നെ അയാൾ പറയുന്ന ഔചിത്യം പാലിക്കണം എന്ന് അയാൾ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ നിശ്ചയിച്ചിട്ടും തൻ്റെ എന്താ പറയുക ആ ഒരു സാധാരണ സ്വഭാവത്തിലേക്ക് അയാൾ വീണു പോവുകയാണ്. തൻ്റെ ആ ഒരു കാട്ടാള സ്വഭാവത്തിലേക്ക്, തൻ്റെ ആ ഒരു ദൗർബല്യം, അയാളുടെ ഒരു വീക്ക്നെസ് ആണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ ഒരു എന്താ പറയുക അങ്ങനെ ഒരു അവസാനം അവൾ ആ ഒരു ഇന്ദ്രൻ നൽകിയ വരത്തെ പറ്റി ഓർക്കുകയും ആ ഓർക്കുന്ന മാത്രയിൽ തന്നെ അയാൾ ഭസ്മമായി പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടോ ദമയന്തി ആ ഒരു ഇതിൽ നിന്ന് രക്ഷിച്ച ഒരാളെ എന്താ പറയുക ദയനീയമായിട്ടുള്ള അയാളുടെ ഒരു അന്ത്യം ഏറ്റുവാങ്ങുകയാണ്. അതായത് കാട്ടാളൻ്റെ ദയനീയമായിട്ടുള്ളൊരു മൃത്യുവാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ ഒരു കാട്ടാളൻ്റെ ഒരു ദയനീയ ചിത്രം കൂടിയാണ് കവി അവിടെ കാണിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. So that is the end of the video. For more literature content videos, just subscribe my YouTube channel Nutshell Lines. Let's learn something fruitful in a few words. Thank you so much.